ഒരു കുഞ്ഞുണ്ടാവാനുള്ള കാത്തിരിപ്പിലായിരുന്നു ജോണും സെറയും. അവരുടെ വീടിന്റെ ചുവരുകൾക്ക് എന്ത് നിറം നൽകണമെന്ന് ചർച്ച ചെയ്യുന്നതിലൂടെ തന്നെ അവർ എത്രത്തോളം ആകാംക്ഷയിലാണെന്നും എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്യുന്നവരാണെന്നും മനസ്സിലാക്കാം. പരസ്പരം സ്നേഹവും പിന്തുണയുമുള്ള അവരുടെ സംഭാഷണങ്ങൾ ആഴത്തിലുള്ള ബന്ധമാണ് കാണിച്ചത്. ഒരു പ്രൊഫസറായ സെറ തന്റെ വിദ്യാർത്ഥികളെ യുക്തിയും സ്ഥിതിവിവരക്കണക്കുകളും പഠിപ്പിച്ചിരുന്നു. ചില തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്നു മാത്രം തിരഞ്ഞെടുക്കേണ്ടവയാണെന്ന് അവരെപ്പോഴും പറയുമായിരുന്നു. ഇത് പിന്നീട് അവരുടെ ജീവിതത്തിലും ഒരു പ്രധാന വിഷയമായി മാറി. അവർക്ക് പുതിയൊരു വീട് കണ്ടെത്തുന്നത് വലിയൊരു വെല്ലുവിളിയായി മാറി. അവർക്ക് താങ്ങാനാവാത്ത വിലയിലോ അല്ലെങ്കിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള വീടുകളോ ആയിരുന്നു എല്ലായിടത്തും. അവരുടെ റിയൽ എസ്റ്റേറ്റ് ഏജന്റായ ജീനി ആ പ്രദേശത്തെക്കുറിച്ച് എല്ലാം അറിയുന്ന എമ്മറ്റ് ക്ലീമോർ എന്ന പഴയകാല താമസക്കാരനെ സമീപിക്കാൻ അവരോട് നിർദ്ദേശിച്ചു. തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നെങ്കിലും ജോണും സെറയും എമ്മറ്റിന്റെ ഒറ്റപ്പെട്ടതും എന്നാൽ മനോഹരവുമായ വീട്ടിലേക്ക് പോയി. എമ്മറ്റ് അവരെ സ്നേഹത്തോടെ സ്വീകരിച്ചു. സംസാരിക്കുന്നതിനിടയിൽ ഒരു വ്യവസ്ഥയിൽ തന്റെ വീട് അവർക്ക് നൽകാമെന്ന് എമ്മറ്റ് പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ആ നിലവറയുടെ വാതിൽ തുറക്കരുത്. അവർക്ക് വീടിനായി നിരാശരായിരുന്നതുകൊണ്ട് ആ വിചിത്രമായ വ്യവസ്ഥയെക്കുറിച്ച് അധികം ചിന്തിക്കാതെ അവർ ആ വാഗ്ദാനം സ്വീകരിച്ചു. പുതിയ വീട്ടിൽ താമസമാക്കിയ ശേഷം ദമ്പതികൾ ഒരു ഹൌസ്വാമിംഗ് പാർട്ടി നടത്തി. എന്നാൽ ആ ആഘോഷം ഒരു അപ്രതീക്ഷിത സംഭവത്തോടെ അസ്വസ്ഥമായി. ഒരു അപരിചിതൻ അവിടെയെത്തി. വളരെ വൈകുന്നതിനു മുൻപ് ഇത് കത്തിച്ചുകളയൂ എന്ന് മുന്നറിയിപ്പ് നൽകി. ഇത് ആ വീടിന്റെ ഭീകരമായ സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു സൂചനയായിരുന്നു. ഈ സംഭവം ജോണിന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി. അതോടെ നിരോധിക്കപ്പെട്ട ആ നിലവറയെക്കുറിച്ച് അവൻ ആകാംക്ഷ വർദ്ധിച്ചു. അതേസമയം ജോണിന്റെ പഴയ തെറ്റുകൾ അവനെ തേടിയെത്തി. ജോണിന് ബന്ധമുണ്ടായിരുന്ന സഹപ്രവർത്തകയായ അലീസ അവനെതിരെ ലൈംഗിക പീഡന പരാതി നൽകി. ഇത് ജോണിനെ ജോലിയിൽ നിന്ന് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്യാൻ ഇടയാക്കി. ഈ പ്രശ്നം പരിഹരിക്കാനും അലീസയുമായി ഒത്തുതീർപ്പാക്കാനുമുള്ള ജോണിന്റെ ശ്രമങ്ങൾ അവനെ കൂടുതൽ കുരുക്കിലാക്കി. അലീസയുമായി ചൂടേറിയ ഒരു തർക്കത്തിനുശേഷം അവൾ ദുരൂഹമായി അപ്രത്യക്ഷയായി. പിന്നീട് അവളുടെ കാർ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും സംശയത്തിന്റെ മുന ജോണിന് നേരെ നീളുകയും ചെയ്തു. അലീസയുമായുള്ള ജോണിന്റെ ബന്ധത്തെക്കുറിച്ച് പൂർണ്ണമായി അറിയാതിരുന്ന സെറ അവന്റെ സ്വഭാവത്തിൽ ചില പൊരുത്തക്കേടുകൾ ശ്രദ്ധിച്ചു തുടങ്ങി. ജോൺ മറ്റൊരിടത്താണെന്ന് പറഞ്ഞ സമയങ്ങളിൽ അവനെ അയൽക്കാരൻ കണ്ടുവെന്ന് പറഞ്ഞത് സെറയുടെ സംശയം വർദ്ധിപ്പിച്ചു. അവരുടെ വീട്ടിൽ ഒരു വെടിയുണ്ടയേറ്റ പാട് കണ്ടെത്തിയത് പിരിമുറുക്കം കൂട്ടി. ജോൺ അത് എമ്മറ്റിന്റെ ഭൂതകാലവുമായോ നിലവറയിലെ രഹസ്യവുമായോ ബന്ധപ്പെട്ടതാണെന്ന് സംശയിച്ചു. ഭയവും കുറ്റബോധവും കാരണം ജോൺ ആ വീടിന്റെ മുൻ താമസക്കാരനായ പോൾ മാക്മാനസിനെ ബന്ധപ്പെട്ടു. ആ വീട് അതിലെ താമസക്കാരുടെ ഒളിപ്പിച്ച രഹസ്യങ്ങളെ മുതലെടുത്ത് അവരെ തകർക്കുമെന്ന് പോൾ വെളിപ്പെടുത്തി. യഥാർത്ഥ അപകടം നിലവറയിലല്ല, മറിച്ച് തങ്ങൾക്കുള്ളിൽ തന്നെയാണെന്ന് പോൾ ജോണിന് മുന്നറിയിപ്പ് നൽകി. അവരുടെ ഒളിപ്പിച്ച പാപങ്ങളിലും നുണകളിലുമായിരുന്നു ആ അപകടം. സത്യം കണ്ടെത്താൻ ഉറച്ച ജോൺ നിലവറയുടെ വാതിൽ തുറക്കാൻ തീരുമാനിച്ചു. അതാണ് തങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണം എന്ന് അവൻ വിശ്വസിച്ചു. അവരുടെ തികഞ്ഞ ജീവിതത്തിന്റെ കെട്ടുകാഴ്ച നിലനിർത്താൻ ശ്രമിച്ച സെറ അവനെ തടയാൻ ശ്രമിച്ചു. ഒരു നിർണായകമായ പോരാട്ടത്തിൽ ജോണിന്റെ അലീസയുമായുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്കറിയാമായിരുന്നെന്നും അലീസയെ കൊന്നത് താനാണെന്നും ആ മൃതദേഹം നിലവറയിൽ ഒളിപ്പിച്ചതും താനാണെന്നും സെറ വെളിപ്പെടുത്തി. തങ്ങളുടെ ഭാവി സംരക്ഷിക്കാൻ വേണ്ടിയാണ് താനിതെല്ലാം ചെയ്തതെന്നും അവൾ ഏറ്റുപറഞ്ഞു. സെറ ജോണിന് ഒരു അവസാന മുന്നറിയിപ്പ് നൽകി. ഒന്നുകിൽ ഈ രഹസ്യം നിലനിർത്തി ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുക, അല്ലെങ്കിൽ സത്യം വെളിപ്പെടുത്തി പരസ്പരം നശിക്കുക. സന്തോഷം നേടാൻ മനുഷ്യർ എത്രത്തോളം മുന്നോട്ടു പോകുമെന്നും എന്ത് ധാർമ്മികമായ വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്നും കാഴ്ചക്കാരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് ഈ സിനിമ ഒരു അവ്യക്തമായ അവസാനത്തോടെയാണ് അവസാനിക്കുന്നത്.